ഗാന്ധിയുടെ രാഷ്ട്രീയത്തിനുള്ളിൽ പോലും പതിയിരുന്ന ഹിംസയുടെ സന്ദേശത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി അത് മറ്റാരുമല്ല അംബേദ്കർ ആയിരുന്നു. കാരണം പൂന പാക്റ്റിലേക്ക് നയിച്ച പ്രശ്നം എന്ന് പറയുന്നത് ദളിത് സമൂഹങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിക്കണം എന്നുള്ള രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. ആ രാഷ്ട്രീയ പ്രശ്നം ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അല്ല, ഇവിടുത്തെ ദളിത് സമൂഹത്തോടാണ് ഗാന്ധി നിരാഹാരത്തിലൂടെ സമരം പ്രഖ്യാപിക്കുന്നത്. ആ സമരം, നിരാഹാര സമരം നീണ്ടുപോകുമ്പോൾ ഗാന്ധി മരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾക്കെതിരെയാണ് അദ്ദേഹം ഈ നിരാഹാര സമരം കിടക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവന് വിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ വ്യക്തിയാണ് അംബേദ്കർ. അതാണ് അഹിംസ എന്ന് പറയുന്നത്. ഏത് സന്ദർഭത്തിലും ഏത് കോണിൽ നിന്നും ഹിംസയുടേതായ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ സന്ധി ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് വളരെ വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോയത്. എന്താണ് ഗാന്ധിയുടെ അഹിംസയിൽ നിന്ന് ബുദ്ധമതത്തിന്റെ അഹിംസയ്ക്കുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? മറ്റുള്ളവരിലുള്ള ബുദ്ധനെ കാണാനാണ് ബുദ്ധൻ ശ്രമിച്ചത് എന്ന് പറയാറുണ്ട്. അങ്ങനെ മറ്റുള്ളവരിലെ നന്മ കാണാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള അഹിംസ എന്ന് പറയുന്നത്. അതിലെ ആ സന്ദേശമാണ് അംബേദ്കർ അന്ന് ഇന്ത്യക്ക് കാണിച്ചത്. നമ്മൾ പലപ്പോഴും ഈ ഒരു സന്ദർഭം വിസ്മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെ എവിടെ ഹിംസയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ അഹിംസ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ ശക്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് നെൽസൺ മണ്ടേലയുടേത്. നിങ്ങൾ എത്ര പേർ ഇപ്പോൾ ആ കാര്യം ഓർക്കുന്നുണ്ട് എന്ന് തന്നെ എനിക്കറിയില്ല. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു കാലത്ത് അപ്പാർത്തൈഡ് എന്ന് പറയുന്ന വർണ്ണവിവേചനത്തിന്റെ ഏറ്റവും ഹീനമായ രൂപം. ഈ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷവും ലോകത്ത്, നിർകോളനീകരണത്തിന് ശേഷവും ലോകത്തിന് മുൻപിൽ ലോകത്തിന്റെ മുഖത്തെ നിന്ദിച്ചുകൊണ്ട്, ലോകത്തിന്റെ ലോകാഭിപ്രായത്തെ മുഴുവൻ നിന്ദിച്ചുകൊണ്ട് വർണ്ണവിവേചനത്തിൻ്റെതായ ന്യൂനപക്ഷമായ വെള്ളക്കാർ ബഹുഭൂരിപക്ഷമായ കറുത്ത വർഗക്കാരെ അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് നിന്ന രാജ്യമായിരുന്നു സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക. ആ ഭരണകൂടത്തെ എതിർക്കുന്നതിന് നെൽസൺ മണ്ടേല സ്വീകരിച്ചത് അഹിംസയുടെ മാർഗമായിരുന്നു. ആ അഹിംസയുടെ മാർഗം അദ്ദേഹത്തെ 27 വർഷമാണ് അഴികൾക്കുള്ളിൽ അടച്ചിട്ടത്. 27 വർഷം വെള്ളക്കാരുടെ തടവറയിൽ കഴിഞ്ഞിട്ടും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന അഹിംസാ സിദ്ധാന്തത്തിന്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ മാനസിക ബലത്തിന്, അദ്ദേഹത്തിന്റെ ധാർമ്മികോർജത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചില്ല എന്ന് നാം മനസ്സിലാക്കണം. അതാണ് അഹിംസയുടെ ശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ വെള്ളക്കാർക്കെതിരെ മനുഷ്യാവകാശ പ്രസ്ഥാനം ഉയർന്നു വന്നപ്പോൾ അവിടുത്തെ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകരൊക്കെ തന്നെ സ്വീകരിച്ചത് അഹിംസയുടെ രാഷ്ട്രീയമായിരുന്നു. കാരണം ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന മെൽറ്റിംഗ് പോട്ട് എന്നാണ് അത്തരം സമൂഹങ്ങളെ പറയുന്നത്. വൈവിധ്യമാർന്ന എത്നിക് സമൂഹങ്ങൾ, വംശീയ സമൂഹങ്ങളുള്ള പ്രദേശങ്ങൾ. ആ പ്രദേശത്ത് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ, അഹിംസയുടെ ഭാഷയിൽ സംസാരിക്കാൻ, മനുഷ്യാവകാശത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ, ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ അവിടുത്തെ കറുത്ത വർഗക്കാരുടെ സംഘടനകൾ തയ്യാറായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ലോകത്തിലെ ഏത് പ്രധാനപ്പെട്ട പ്രതിരോധ സംഘടനകളെ പരിശോധിച്ചാലും സ്ഥായിയായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, സമൂഹത്തിന് വേണ്ടി സ്ഥായിയായ നേട്ടങ്ങൾ, ലോകത്തിന് മൊത്തത്തിലും സ്വന്തം സമൂഹത്തിനും സമുദായത്തിനും സ്ഥായിയായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അഹിംസ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്കാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് നമ്മളൊരു ആമുഖമായി മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോഴിവിടെ ഇസ്ലാം അഹിംസയുടെ രാഷ്ട്രീയത്തോട് പ്രതികരിക്കുന്നു എന്ന ഒരു വിഷയത്തിലാണ് നാം ഇവിടെ ഇന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാം അഹിംസയുടെ രാഷ്ട്രീയത്തോട് പ്രതികരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് എന്ന ഒരു സാഹചര്യവും കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ലോക ചരിത്രം, പ്രത്യേകിച്ച് കഴിഞ്ഞ 1000 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹിംസയുടെ രാഷ്ട്രീയം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഹിംസയുടെ ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് ഇസ്ലാമാണ് ഈ കഴിഞ്ഞ 1000 വർഷത്തിനിടയിൽ. പല സന്ദർഭങ്ങളുണ്ട്
എല്ലാം ഞാൻ എടുത്തു പറയുന്നില്ല. ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഹിംസ, കഴിഞ്ഞ 5 നൂറ്റാണ്ടിനിടയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഹിംസ എന്ന് പറയുന്നത് കോളനിവൽക്കരണമായിരുന്നു. യൂറോപ്യൻ അധിനിവേശം മറ്റ് പ്രദേശങ്ങളിലേക്ക്. അതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതിന്റെ തുടക്കം നമുക്ക് പല പല രീതിയിൽ വ്യാഖ്യാനിക്കാം. വാസ്കോ ഡി ഗാമ ഇന്ത്യയിൽ വന്നതാണ്, കൊളംബസ് അമേരിക്കയിൽ പോയതാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ കൊളംബസ് അമേരിക്കയിൽ പോയതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. കൊളംബസ് സ്പെയിനിലെ ഇസബെല്ല രാജ്ഞിയെയും ഫെർണാണ്ടോ രാജാവിനെയുമാണ് ഈ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിക്കുന്നതിന് ഒരു കപ്പൽ യാത്രയ്ക്കുള്ള വിഭവങ്ങൾ ചോദിച്ചുകൊണ്ട്, പണം ചോദിച്ചുകൊണ്ട് സമീപിക്കുന്നത്. അപ്പോൾ ഇസബെല്ല രാജ്ഞിയും രാജാവും പണം കൊടുത്ത് കൊളംബസിനെ അയക്കുന്നുണ്ട്. ആ പണം എവിടുന്നാണ് കിട്ടിയത്? ആ പണം കിട്ടിയത് സ്പെയിനിലെ അവസാനത്തെ മുസ്ലിം രാജ്യമായിരുന്ന മൂർ ആക്രമിച്ച് കീഴടക്കി കൊള്ളയടിച്ച പണമാണ് കൊളംബസിന് നൽകിയത്. മൂറിഷ് ആക്രമണം സ്പെയിൻ നടത്തുമ്പോൾ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ നാം അവിടെ കണ്ടു. അവിടുത്തെ വായനശാലകളെല്ലാം തീയിട്ട് നശിപ്പിച്ചു, സാധാരണ ജനങ്ങളെ കൊള്ള ചെയ്തു. ഇപ്പോൾ ജനീവ കൺവെൻഷൻ എന്ന് പറഞ്ഞൊന്നുണ്ട്, നമുക്കറിയാം. സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കരുത്, യുദ്ധത്തിൽ മുറിപ്പെട്ട പട്ടാളക്കാരെ ഉപദ്രവിക്കരുത് എന്നൊക്കെയാണ് ജനീവ കൺവെൻഷൻ പറയുന്നത്. ആ ജനീവ കൺവെൻഷൻ അനുസരിക്കാൻ അമേരിക്കയ്ക്ക് ബാധ്യതയില്ല എന്നാണ് ഗോണ്ടനാമോ പോലെയുള്ള ഒരു തടവറയുണ്ടാക്കിക്കൊണ്ട് അമേരിക്ക പ്രഖ്യാപിച്ചത്. അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നീചമായ നിന്ദ്യമായ ഒരാക്രമണമാണ് മൂറുകൾക്കെതിരെ സ്പെയിൻ അഴിച്ചുവിടുന്നത്. ആ കൊള്ള ചെയ്ത പണമാണ്, ഇത് ഞാൻ പറയുന്നതല്ല, സഞ്ജയ് സുബ്രഹ്മണ്യം ലെജൻഡ്സ് ഓഫ് വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന ലെജൻഡ് ആൻഡ് കാരിയർ ഓഫ് വാസ്കോ ഡി ഗാമ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം ഇക്കാര്യം പറയുന്നുണ്ട്. പല ചരിത്രകാരന്മാരും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൊളോണിയലിസത്തിന്റെ തുടക്കത്തെ പറ്റിയുള്ളത്. ഇന്ന് നാം ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ ഹിംസ ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ എല്ലായിടത്തും അതുവരെ മനുഷ്യവംശം കാണിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള നിന്ദ്യമായ ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടത് യൂറോപ്യൻ ശക്തികൾ. അതിന്റെ തുടക്കം ഈ ചെറിയ മുസ്ലിം രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടായിരുന്നു. അവിടുന്ന് കൊള്ള ചെയ്ത പണം കൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് അങ്ങോട്ട് കൊളോണിയലിസം എല്ലായിടത്തും ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ നീചവും നിന്ദ്യവുമായ ഹിംസയുടെ സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിനെതിരെ പല പ്രതിരോധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ 1921 കലാപം. നമ്മൾ അതിനെ എങ്ങനെയാണ് ഹിംസയുടെ ഗണത്തിൽപ്പെടുത്തുന്നത്? ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഒരു സാമ്രാജ്യത്വ ശക്തി ലോക ജനതയെ മുഴുവൻ അടക്കി ഭരിക്കാൻ ശ്രമിക്കുമ്പോൾ, ലോക ജനതയെ മുഴുവൻ തങ്ങളുടെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി ഞെരിക്കുമ്പോൾ, അങ്ങേയറ്റത്തെ ഹിംസകൾ പ്രായോഗികവൽക്കരിക്കുന്ന കൂടാതെ അതിന്റെ ഭാഷ തന്നെ നിരന്തരം സംസാരിക്കുമ്പോൾ, നിങ്ങൾക്കറിയാം, ഈയിടെ ശശി തരൂർ ഇടപെട്ട് നടത്തിയ ചില ചർച്ചകൾ ഉയർന്നു വന്ന ഒരു കാര്യമുണ്ട്. ബംഗാളിലെ ക്ഷാമത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വിൻസ്റ്റൺ ചർച്ചിലിന്റെ മേശപ്പുറത്തെത്തിയപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ അവിടെ കുറിച്ചിട്ടത്, ഇന്ത്യയിൽ ഇത്രയും ക്ഷാമമാണെങ്കിൽ പിന്നെ ആ ഗാന്ധി എന്താണ് ചാകാത്തത് എന്നാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന രീതിയിൽ വലിയ സംസ്കാര സമ്പന്നനായി, പ്രഭാഷകനായി ലോകം വാഴ്ത്തുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, നയതന്ത്രജ്ഞനായി ഒക്കെ ലോകം വാഴ്ത്തുന്ന വിൻസ്റ്റൺ ചർച്ചിൽ എഴുതിയത് ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒന്നല്ല, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. യൂറോപ്യൻ ആധിപത്യത്തിന്റെ ഭാഷയിലും പ്രയോഗത്തിലും നിലനിന്നിരുന്ന ഏറ്റവും നിന്ദ്യമായ ഒരു ചരിത്രത്തെയാണ് ഇത് അനാവരണം ചെയ്യുന്നത്. ഇത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ലോകയുദ്ധത്തോടു കൂടി ഇത് സമാപിക്കേണ്ടതായിരുന്നു. 2ാം ലോകയുദ്ധത്തോടു കൂടി ഈ ചരിത്രം അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഹിംസയുടെ ഈ രാഷ്ട്രീയം തുടരുകയാണ് ചെയ്തത്. ശീതയുദ്ധം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള ചെറുപ്പക്കാർ അത്രയും ശീതയുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 1950 മുതൽ സോവിയറ്റ് യൂണിയൻ തകർന്ന 80കൾ വരെ ലോകത്ത് നിലനിന്നിരുന്ന അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘർഷാത്മകമായ രാഷ്ട്രീയത്തെ സൂചിപ്പിക്കുന്നതിന്
ഉപയോഗിക്കുന്ന പദമാണ് ശീതയുദ്ധം. ശീതയുദ്ധം എന്ന് പറഞ്ഞാൽ നേരിട്ടൊരു യുദ്ധം അമേരിക്കയും റഷ്യയും തമ്മിൽ നടത്തുന്നില്ല. മറിച്ച് ലോകത്തെവിടെ നോക്കിയാലും, അതിശയോക്തിയല്ല, ലോകത്തെവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുക അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. ചെറിയ ചെറിയ രാജ്യങ്ങൾ. ഈ ശീതയുദ്ധം എന്ന് പറയുന്ന കാലത്താണ് അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ ഇടപെടലുണ്ടായത്. ഈ ശീതയുദ്ധത്തിന്റെ കാലത്താണ് നിക്കരാഗയിൽ, ചിലെയിൽ, പാനമയിൽ, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കയിൽ, ഏഷ്യയിൽ ഒക്കെ പലതരത്തിലുള്ള അമേരിക്കൻ ഇടപെടലുകൾ ഉണ്ടായത്. ഈ ശീതയുദ്ധകാലത്താണ് ഏഷ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും അമേരിക്കൻ ഇടപെടലുണ്ടായത്. മധ്യ ഏഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ നിരന്തരമെന്നോണം പെട്രോളിന്റെ ഒരു സാമ്പത്തിക സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുമപ്പുറം അതൊരു കാരണം മാത്രമാണ് അമേരിക്ക നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നത്. ലോകരാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളെ മുഴുവനും തങ്ങളുടെ പാവകളായി കണക്കാക്കുന്ന രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരത്തിൽ ലോകത്തിലെ ചെറിയ രാഷ്ട്രങ്ങളൊക്കെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഹിംസാത്മകമായ ഒരു ജീവിത കാലഘട്ടത്തെയാണ്, ചരിത്ര കാലഘട്ടത്തെയാണ് ചരിത്രകാരന്മാർ നിസ്സാരമായി ശീതയുദ്ധത്തിന്റെ കാലം എന്ന് പറഞ്ഞ് തള്ളുന്നത്. കോടിക്കണക്കിന് മനുഷ്യരുടെ രക്തത്തിലാണ് ഈ ശീതയുദ്ധം, അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ടുള്ളൊരു യുദ്ധമില്ലാതെ ശീതയുദ്ധം നിലനിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ഒന്നും സംഭവിച്ചില്ല. മറിച്ച് സംഭവിച്ചത് മുഴുവൻ ആഫ്രിക്കയിലെ സാമാന്യ ജനങ്ങൾക്ക്. ദാരിദ്ര്യം പോലും ഒരു ആയുധമായി മാറിയ കാലഘട്ടം. ഏഷ്യയിലെ സാമാന്യ ജനങ്ങൾക്ക്, മധ്യേഷ്യയിലെ സാമാന്യ ജനങ്ങൾക്ക്, ലാറ്റിൻ അമേരിക്കയിലെ സാമാന്യ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ലോകത്ത് നടത്താൻ സാധിക്കാത്ത രീതിയിൽ, യാതൊരു തരത്തിലുള്ള പരീക്ഷണങ്ങളും നടത്താൻ സാധിക്കാത്ത രീതിയിൽ ലോകത്തെ ശ്വാസം മുട്ടിച്ച ഒരു ഹിംസാത്മക ചരിത്ര കാലഘട്ടമായിരുന്നു ഈ ശീതയുദ്ധം എന്ന് പറയുന്നത്. അത് മറക്കാൻ കാലമായിട്ടില്ല. എന്നാൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ശീതയുദ്ധത്തിന്റെ കാര്യം എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച പ്രധാനമായും ആന്തരികമായ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു. 70 വർഷക്കാലം നമ്മൾ 19 മാസക്കാലം കേരളത്തിൽ നിലനിന്ന അടിയന്തരാവസ്ഥയെപ്പറ്റി, ഇന്ത്യയിൽ നിലനിന്ന അടിയന്തരാവസ്ഥയെപ്പറ്റി വേവലാതിപ്പെടാറുണ്ട്. 70 വർഷം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥയായിരുന്നു സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കില്ല. സിവിൽ സമൂഹം എന്നൊന്നിന് പ്രസക്തിയേയില്ല, മനുഷ്യാവകാശങ്ങൾക്ക് പ്രസക്തിയില്ല. അത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത, അത് ഏതോ പഴുതുകളിലൂടെ പുറത്തേക്ക് വന്നതാണ് നമ്മൾ വാഴ്സാ പാക്ട് രാജ്യങ്ങളിലും. അതുപോലെ തന്നെ അതിൽ തന്നെ ഈ പ്രാഗ് വസന്തം എന്ന് പിന്നീട് വന്നിട്ടുള്ള ചെക്കോസ്ലോവാക്യയിലെ വിപ്ലവം അങ്ങേറ്റം രക്തരഹിതമായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ചെഷസ്ക്യൂവിന്റെ റൊമാനിയയിലൊക്കെ പോലെ ഭരണാധികാരിയെ കൊല്ലണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പ്രതിഹിംസ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹിംസ ഏറ്റവും കൂടുതൽ കുറഞ്ഞ ഒരു പ്രതികരണമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ തകരുന്ന സമയത്ത് ആ സ്ഥലങ്ങളിൽ ഉണ്ടായത്. എന്നാൽ പ്രധാനമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം ഉണ്ടായതോടുകൂടി, കമ്മ്യൂണിസ്റ്റ് ചേരി തകർന്നതോടുകൂടി അവിടുത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം മാറി ഏതാണ്ട് ജനാധിപത്യ സ്വഭാവമുള്ള ഭരണ സംവിധാനങ്ങൾ അവിടെ നിലവിൽ വന്നതോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വം ഒരു സത്യം മനസ്സിലാക്കി: ഒരു ശത്രുവില്ല. എടുത്തു പറഞ്ഞ് മനുഷ്യനെ കൊല്ലാൻ, എവിടെയും പോയി ഇടപെടാൻ, എവിടെയും പോയി ആയുധ കച്ചവടം നടത്താൻ, എവിടെയും പോയി മനുഷ്യാവകാശ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാരണം ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണമില്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്ന അവസ്ഥ ഉണ്ടായപ്പോൾ കണ്ടുപിടിച്ചതാണ് ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത്. നിലനിൽപ്പിന് വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്തിൽ ഇത് വെറുതെ പറയുന്നതല്ല. ഇതുണ്ടാകുന്നതിന് മുൻപാണ് സാമുവൽ ഹണ്ടിങ്ടൺ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അതായത് ഇത്രയും നാളും എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ക്ലാഷ് ഓഫ് ഐഡിയോളജിയാണ് ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയൻ അവിടെ ശക്തമായൊരു മനഃശക്തിയായി കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസം തകർന്നതോടുകൂടി ഇനി ക്ലാഷ് ഓഫ് ഐഡിയോളജി എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ക്ലാഷ് ഇല്ലാതെ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുക സാമ്രാജ്യത്വം? അതുകൊണ്ട് സാമുവൽ ഹണ്ടിങ്ടൺ പറഞ്ഞു, ഇനിയുള്ളത് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. നമുക്കറിയാം, സംസ്കാരങ്ങൾ തമ്മിലുള്ളത് സമന്വയമാണ്, സംസ്കാരങ്ങൾ തമ്മിലുള്ളത് സമ്പർക്കങ്ങളാണ്, സംഘർഷമല്ല. അങ്ങനെ സംസ്കാരങ്ങൾ തമ്മിൽ ലോകത്ത് ഒരു സ്ഥലത്തും ചരിത്രത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള സംഘർഷം ഉണ്ടായിട്ടില്ല. ഭരണകൂടങ്ങൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായിട്ടുള്ളത്.
അല്ലാതെ സംസ്കാരങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. സംസ്കാരങ്ങൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യമായി അമേരിക്കയാണ് ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇതാ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ശക്തമായ സാംസ്കാരിക സംഘർഷം അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇസ്ലാമുമായിട്ടാണ് എന്ന് സാമുവൽ ഹണ്ടിന്റെ പുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ എടുത്തു പറഞ്ഞതോടുകൂടി ഒരു ശത്രു സൃഷ്ടിക്കപ്പെടുകയാണ് ശൂന്യതയിൽ നിന്ന്. അതിനു മുമ്പ് എവിടെയാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ആ അർത്ഥത്തിൽ അതിനു മുമ്പ് കേട്ടിട്ടില്ല. 90-കൾക്ക് മുമ്പ് അത്തരത്തിലൊരു ഒരു പ്രയോഗം തന്നെ ഇല്ല. വർഗീയത എന്നൊക്കെ പറയുന്നുണ്ടാക്കാം, മതമൗലികവാദം എന്ന് പറയുന്നുണ്ടാവാം. പക്ഷേ ഇങ്ങനെ ഒരു ഇസ്ലാമിക ഭീകരവാദമുണ്ട് എന്ന് സൃഷ്ടിച്ചെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടാക്കുന്ന ഒരു കപട കഥയാണ് ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത്. പിന്നെ ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അവർക്കായി. അത്തരത്തിൽ അമേരിക്ക തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ഹിലാരി ക്ലിന്റന്റെ ആണെങ്കിലും ശരി, മറ്റുള്ളവരുടെ ആണെങ്കിലും ശരി, അഭിമുഖ സംഭാഷണങ്ങളിൽ നിന്ന്, മറ്റു തരത്തിലുള്ള രേഖകളിൽ നിന്ന് ഇപ്പോൾ ലോകത്തിന് വെളിവായിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ മുൻകൈയിൽ ഉണ്ടാക്കിയതാണ് ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു സങ്കല്പനം. അതിനെ പരിപോഷിപ്പിക്കുന്നതും വളർത്തുന്നതും. കാരണം ഭീകരവാദത്തിന് യാതൊരു തരത്തിലുള്ള യുക്തിവാദങ്ങളുമില്ല, അതിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുമില്ല. ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലൊന്നിനെ മുൻനിർത്തി ഒരു മതത്തെ, ഒരു സംസ്കാരത്തെ അതിലേക്ക് ചുരുക്കി കാണിച്ചുകൊണ്ട് മാത്രമേ തങ്ങളുടെ നയപരിപാടികൾ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്ന് ഉണ്ടായതാണ് ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന അമേരിക്കൻ കൺസ്ട്രക്ഷൻ. ഇതാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം. ഒരു വശത്ത് ഞാനിത് എടുത്തു പറയാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. അതിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമായി കുറച്ച് ബന്ധവുമുണ്ട്. ലോകത്തൊരു വൻ ശക്തി എന്തൊക്കെ ഹിംസകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇന്ന് നിങ്ങൾ നോക്കുക, ജെറുസലേം തലസ്ഥാനമായി ജൂതരാഷ്ട്രം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടുത്തെ കൊച്ചു കുട്ടികളെ പോലും ബയണറ്റ് കൊണ്ടും തോക്കിൻ പാത്തികൾ കൊണ്ടും ഇസ്രായേൽ ഭടന്മാർ തല്ലുന്നതിന്റെ, കൊല്ലുന്നതിന്റെ എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കൊച്ചു കുട്ടികൾ തിരിച്ച് കല്ലെടുത്തെറിയാറുണ്ട്. കാശ്മീരിലൊക്കെ ചെയ്യുന്നത് പോലെ കല്ലെടുത്തെറിയാറുണ്ട്. അതിൽ കൂടുതലൊരു ഹിംസ അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ അങ്ങനെ എന്തെങ്കിലും ചെറുതായി ഒരു സംഭവം ഉണ്ടായാൽ, ഒരു ഇസ്രായേൽ പടയാളി സംഘർഷത്തിൽ കൊല്ലപ്പെട്ടാൽ ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് അതായിരിക്കും. ഇതാ പാലസ്തീൻ ഹിംസ ഉയർന്നു വന്നിരിക്കുന്നു എന്ന്. ഇതാണ് ഇന്ന് നാം നേരിടുന്ന മുഖ്യ വൈഷമ്യങ്ങളിലൊന്ന്. ഇതിനെ എങ്ങനെയാണ് വേർതിരിച്ച് കാണുക? ഒരു വൻശക്തി നടത്തുന്ന അങ്ങേയറ്റത്തെ ഹിംസാത്മക ലോകമെങ്ങും നടത്തുന്ന, ഈയിടെ നൊറിഗ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈയിടെ മരിച്ചുപോയി, പാനമ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്കൻ CIA-യുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ ആ പാനമ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അമേരിക്കൻ പട്ടാളം കടന്നു ചെന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള നൊറീഗയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. മറ്റൊരു രാജ്യത്ത് കടന്നു ചെന്ന് അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അമേരിക്കൻ ജയിലിൽ 20 വർഷത്തിലേറെ അദ്ദേഹം അമേരിക്കൻ ജയിലിൽ കിടക്കുകയായിരുന്നു നൊറീഗ ചെയ്തത്. ഇത്തരത്തിലുള്ള ഹിംസകൾ വൻശക്തികൾ എപ്പോഴും നടത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഹിംസയുണ്ടായാൽ ആ പ്രതിഹിംസയെ വിപുലീകരിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം ഹിംസകളുടെ ഇരയാകുന്ന സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് എന്ന് കൂടുതൽ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ അവരിങ്ങനെ ചുവരിലേക്ക് തള്ളുകയാണ്, പുറകോട്ട് തള്ളുകയാണ്. നാം തിരിച്ചു തള്ളിയാൽ അതോടുകൂടി ഹിംസയെക്കുറിച്ചുള്ള ചർച്ചയായി. ഇന്ന് ഇന്ത്യയിൽ 2 തരത്തിലുള്ള ഹിംസകൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഹിന്ദുത്വ ശക്തികൾ വളരെ നേരിട്ട് നടത്തുന്ന ഈ മോബ് ലിഞ്ചിങ് പോലെയുള്ള, ആൾക്കൂട്ട കൊലപാതകങ്ങൾ പോലെയുള്ള ഹിംസ. എത്ര ഹീനമായ തരത്തിലാണ് വ്യക്തികളെ,
മാംസം കയ്യിൽ വെച്ചു എന്നുള്ളതിന്റെ പേരിൽ, മാംസം കഴിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ആൾക്കൂട്ടങ്ങൾ ആക്രമിച്ച് കൊല്ലുന്നത്, ഈ ആൾക്കൂട്ട നീതി ഏതെങ്കിലും ഭരണകൂട നീതിയാണോ? ഈ ആൾക്കൂട്ട നീതി ഏതെങ്കിലും ധർമ്മശാസ്ത്രങ്ങൾ അനുവദിച്ചിട്ടുള്ളതാണോ? അല്ല. അത്രയും ശക്തമായ രീതിയിലുള്ള ഹിംസാത്മക സാഹചര്യങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര ഹിംസകൾ ഉണ്ടാകുന്നത്? ഇത്ര ഹിംസകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഏതെങ്കിലും ഒരു ചരിത്ര മാപിനിയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതിൽ നോക്കിക്കൊണ്ട് എന്താണ് പ്രതിഹിംസയുടെ സ്വഭാവം എന്ന് നോക്കുകയാണ്. പ്രതിഹിംസയുടെ സ്വഭാവം നോക്കി അതും ഹിംസാത്മകമാണെങ്കിൽ അതുപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ അടിച്ചമർത്താനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത്. രണ്ട് തരത്തിലുള്ള ഹിംസകളുണ്ട്. ഒന്ന് ഹിന്ദുത്വത്തിന്റെ നേരിട്ടുള്ള അക്രമോത്സുകമായ ഹിംസാത്മകമായിട്ടുള്ള ഹിംസ. രണ്ട്, ഹിന്ദുത്വത്തിന്റെ തന്നെ ഒരു മൃദുശക്തി, സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ആശയ സംഹിതകളുടേതായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ വയയാമേ ഹിന്ദു എന്ന് ശശി തരൂറിന് എഴുതേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഒരു മൃദുശക്തി ഒരു വശത്ത്, കഠിനമായ തിന്മകളുടേതായ ഒരു മുഖം മറ്റൊരു വശത്ത്. ഇത് രണ്ടും കൂടി ആക്രമിക്കുകയാണ് നിലവിട്ടു പോകുന്ന, കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷം. ഈ സ്ഥിതിവിശേഷത്തിലാണ് അങ്ങേയറ്റത്തെ ആത്മധൈര്യത്തോടു കൂടി അഹിംസയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനൊരു യോഗം നടത്തുന്നതിന്റെ അടിയന്തര സാഹചര്യം എന്താണ് എന്ന് എനിക്കറിയാതെയല്ല. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ തിന്മകളെയും ഹിംസകളെയും ഗുണങ്ങളെയും ഒക്കെ വളരെ വളരെ അടുത്ത്, ഹൃദയം കൊണ്ട് തന്നെ അടുത്തറിയാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. മരണങ്ങൾ കണ്ടിട്ടുണ്ട്, കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്, കൺമുമ്പിൽ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിൽ അഭിമന്യു മരിച്ചതുപോലെ അങ്ങേയറ്റത്തെ ചോരക്കൊതിയുടേതായ ഒരു സംസ്കാരം രാഷ്ട്രീയത്തിന്റെ, ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെയും അടിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് സഹപ്രവർത്തകരുടെ തന്നെ പ്രവർത്തികളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനെ ഒരു കാലത്തും നമുക്ക് അനുകൂലിക്കാൻ സാധിക്കുകയില്ല. അത്തരം ഹിംസകൾ അർത്ഥശൂന്യമായ ഭീകരവാദങ്ങളാണ്. അതിന് യാതൊരു യുക്തിയുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും ഹിംസ നേരിടുന്ന വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങളായാലും ശരി, ന്യൂനപക്ഷങ്ങളായാലും ശരി, അങ്ങേയറ്റത്തെ ആത്മവിശുദ്ധിയോടുകൂടി ഇതിന്റെ രാഷ്ട്രീയത്തെ വീക്ഷിക്കേണ്ടതുണ്ട് എന്ന് വരുന്നത്. പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മുൻപിൽ. പക്ഷെ ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള തെളിഞ്ഞ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് നമുക്കെന്നും പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. സന്നിഗ്ധതകളുണ്ട്. ഈ സന്നിഗ്ധതകളുടെ കാലഘട്ടത്തെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. കലുഷിതമായ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ പലരും, ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ, കലുഷിതമായ രാഷ്ട്രീയ സന്ദർഭം പലരെയും സംബന്ധിച്ചിടത്തോളം സഹായകരമായ ഒരു കാര്യമാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഹിംസ അനുഭവിക്കുന്ന വിഭാഗങ്ങൾ തന്നെയായിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മുഖം മൂടിയിട്ട് പറയേണ്ട കാര്യമില്ല, ഇന്ത്യയിലെ ദളിത് സമൂഹങ്ങളും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുമാണ് ഏറ്റവും വലിയ ഹിംസയുടെ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള പ്രതിരോധം എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായ ആഴത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏത് തരത്തിലുള്ള ഇത്തരം ചർച്ചകളും ഒരു സ്വത്വ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉയർത്തുകയാണെങ്കിൽ അതുപോലും കാപട്യമാണ് എന്ന് പറയും എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും സ്വത്വങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഹിംസയ്ക്ക് വിധേയരാകുന്നുണ്ടെങ്കിൽ, ആ സ്വത്വത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട്, ആ സ്വത്വത്തിന്റെ ബാനറിൽ നിന്നുകൊണ്ട്, ആ സ്വത്വത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിംസയ്ക്കെതിരെ ശബ്ദിക്കാൻ പോലും അവകാശമില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഇന്ന് ഇന്ത്യയിലെങ്ങും വ്യാപകമാവുകയാണ്. ഈ രാഷ്ട്രീയമാണ് സോളിഡാരിറ്റി ഇതുപോലെ ഒരു യോഗം നടത്തുമ്പോൾ അത് കാപട്യമാണ് എന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമേ അത് യഥാർത്ഥത്തിൽ ഈ ഹിംസയുടെ ഭാഗമാണ്, ഈ ഹിംസയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്രയ്ക്ക് വേരൂന്നിയിട്ടുള്ള, ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള, അത്തരത്തിൽ എമ്പാടും
വ്യാപിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഹിംസയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഹിംസയുടെ രാഷ്ട്രീയത്തിനെതിരെ എന്താണ് ഒരു ശരിയായ നിലപാട് എന്നുള്ളത്? ഇപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിലുണ്ടായ ഒരു കൊലപാതകം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന്, എങ്ങനെയാണ് ഉരവം കൊള്ളുന്നത് എന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വ്യവഹാരങ്ങൾ മുഴുവൻ നിങ്ങൾ നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വ്യവഹാരങ്ങൾ മുഴുവൻ പലതരം സംഘടനകളെ നിരോധിക്കണമെന്നുള്ള, മറ്റു പല സംഘടനകളുമായിട്ട് ഈ സംഘടനകൾക്ക് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള, ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം മറ്റു ചില സംഘടനകൾ കാണുന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ്. മതത്തിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ പ്രകാശനങ്ങൾ പോലും, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ പോലും കാപട്യമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ശക്തമായി അപലപിക്കേണ്ട ഒന്നാണ് ക്യാമ്പസ് കൊലപാതകം. അതാര് നടത്തിയാലും, ക്യാമ്പസ് ഫ്രണ്ട് നടത്തിയാലും, SFI നടത്തിയാലും, KSU നടത്തിയാലും, AVP നടത്തിയാലും, ആര് നടത്തിയാലും എന്നുള്ളത് അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളായി കാണാൻ ഭരണകൂടമോ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികളോ ഒരു കാലത്തും തയ്യാറാവുകയില്ല എന്നുള്ളതാണ്. കാരണം വിപുലമായ ഒരു രാഷ്ട്രീയ നേട്ടം അവർക്കുണ്ടാകുന്നത് ഇതിനെ മതവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ്. കാരണം ന്യൂനപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകാശനങ്ങൾ ഭാവിയിൽ പോലും ഉണ്ടാകരുത് എന്ന ഒരു അജണ്ട ഹിന്ദുത്വ ഭരണകൂടത്തിനുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള മറ്റൊരു കാരണം കൂടിയായി ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നത് എന്നെപ്പോലെയുള്ളവർ തിരിച്ചറിയുന്നുണ്ട്.